ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ടോ? വായിക്കാം. ഇയ്യോബ് 14:7-8-9 വായിച്ചാട്ട് കുഞ്ഞുങ്ങളെ. പ്രത്യാശയുണ്ട്. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും. അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും. അടുത്തത്, അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കയില്ല. ഇന്ന് രാത്രി ആ ദൂതേറ്റെടുക്കുന്നവർക്കായി അത് ഇളം കൊമ്പ് വിടാതിരിക്കയില്ല. അടുത്തത്, അതിന്റെ വേർ നിലത്ത് പഴകിയാലും. നാട്ടുകാര് പറയും നിന്റെ കുടുംബം എഴുന്നേൽക്കത്തില്ലെന്ന്. വേർ നിലത്ത് കെട്ടുപഴകിയാലും, അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും. അതിന്റെ കുറ്റിയൊക്കെ പോയി അതിന്റെ മേളിൽ JCBയും കയറി ഇനി കുറ്റി കെട്ടുപോയാലും, വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട്, കണ്ണുനീരിന്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും. ഇന്ന് രാത്രി ദൂത് മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അത്തിയാകുന്ന ഇസ്രയേലെ, മുന്തിരിയാകുന്ന ഇസ്രയേലെ, ഒലിവാകുന്ന ഇസ്രയേല് ഇന്ന് രാത്രി ധനുവച്ചപുരത്ത് പറയുന്ന ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്. അമ്മച്ചി, ആരൊക്കെ വെട്ടിയാലും, നീ ഉയരത്തില്ലെന്ന് പറഞ്ഞാലും, വേർ നിലത്ത് കെട്ടുപഴിക്കാലും, നിന്റെ കുടുംബത്തിനകത്ത് ഒരു നന്മ വരത്തില്ലെന്ന് പറഞ്ഞാലും, ഇന്ന് രാത്രി പറയണം എൻ്റെ ആരാധനയും എൻ്റെ പ്രാർത്ഥനയും മുടങ്ങിയ ഇന്ന് രാത്രി ഹല്ലേലൂയ. ചില കുറ്റികൾ കെട്ടുപോയതിനെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് മുളപ്പിക്കുക. ഇന്ന് രാത്രി എത്ര പേർക്ക് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും? നാളുകളായി വിതച്ച ചില പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ ഇന്ന് രാത്രി ശത്രു കരിയില മൂടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ജനം ആരാധനയിൽ ആ കരിയില മാറിയാൽ ഇന്ന് രാത്രി ചില മുളകൾ പൊട്ടി പുറപ്പെടാൻ പോവുക. എത്ര പേർക്ക് ഇന്ന് രാത്രി ദൂത് മനസ്സിലാകുന്നു? മോശയെ, നിന്നെപ്പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, നൈൽ നദിക്കകത്ത് നിന്നെ ഒഴുക്കി വിട്ടാൽ നിന്റെ പെട്ടകത്തെ ചുമക്കുക സ്വർഗത്തിലെ ദൈവം ഫറവോന്റെ പുത്രി അയക്കുമെങ്കിൽ, മോശയെ അമ്മായിയപ്പന്റെ കുടിലിനകം അമ്മായിയപ്പന്റെ ആടിനെ മേയ്ക്കുക. നിന്നെ വിട്ടാലും അവിടെ നിന്ന് നിന്നെ ഒരു കരം തൊടുമെങ്കിൽ, ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് 40 വർഷം നീ അടിമയായി കിടന്നാൽ അതിൻ്റെ അപ്പുറത്ത് നിന്നെ എഴുന്നേൽപ്പിക്കുമ്പോൾ നിന്റെ കയ്യിൽ ഒരു പുറപ്പെടാനുള്ള വടി തന്നെങ്കിൽ, ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ദർശനത്തിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി കണ്ണുനീരിന് ഒരു മറുപടി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ധനുവച്ചപുരത്ത് വചനമെടുത്ത ദൈവമക്കള്, ആരൊക്കെ നിന്നെ വെട്ടിയാൽ, കുറ്റി കെട്ടുപോയാൽ, നിലത്ത് വേർ പഴകിയാൽ, ഇനി ഇളം കൊമ്പുകൾ വരത്തില്ലെന്ന് ലോകം പറഞ്ഞാൽ ഇന്ന് രാത്രി പറയണം, മഴയുടെയും കണ്ണുനീരിന്റെയും ഗന്ധം കൊണ്ട് അത് പൊട്ടിക്കിളർക്കും ദൂത് മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി പറയണം, നീ തകരേണ്ട സ്ഥാനത്ത് എൻ്റെ യേശു തകർന്നിട്ടുണ്ട്. ഇന്ന് അവൻ്റെ ചങ്കിലെ ചോരയുടെ രക്തം ഇന്ന് രാത്രി എൻ്റെ പാപത്തെ കഴുകുന്ന രാത്രിയാ. അധ്വാനിക്കുന്നവര്, ഭാരം ചുമക്കുന്നവരുമേ, എൻ്റെ അടുക്കൽ വരുവാൻ കൽപ്പിച്ചവന്റെ വചനം ഇന്ന് രാത്രി എന്നെ വിടുവിക്കുന്ന രാത്രിയാ. ശത്രുവിന്റെ കോട്ടകൾ ഇന്ന് രാത്രി തകരട്ടെ. നാളുകളായി ദൈവകുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി അന്ധകാരത്തിന്റെ കെട്ടുകൾ തടഞ്ഞെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറ, തെക്കൻ കാറ്റെ ഉണരുക, വടതിക്കാറ്റെ ഉണരുക. പ്രിയന്റെ തോട്ടത്തിൽ വീശുന്നത് പോലെ ഈ ധനുവച്ചപുരം കൺവെൻഷനകത്ത് ഒരു അഭിഷേകത്തിന്റെ കാറ്റ് ഇന്ന് രാത്രി പുറപ്പെടട്ടെ. ഒരു അനുഗ്രഹത്തിന്റെ കാറ്റ് പുറപ്പെടട്ടെ. ഒരു രോഗശാന്തിയുടെ കാറ്റ് പുറപ്പെടട്ടെ. പ്രാർത്ഥനയുടെ മറുപടി വരട്ടെ. സ്വോത്രം, 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 സ്വോത്രം. ദൈവദാസൻ ഇറങ്ങി വന്ന് തലയെ കൈവെക്കുന്നതല്ല ദൂത്. ഇന്ന് രാത്രി ആത്മാർത്ഥമായിട്ട് ഈ ഗ്രൗണ്ടിനകത്ത് വന്ന് നെഞ്ചുകീറി ദൈവത്തോട് പറയണം, എൻ്റെ മുറിഞ്ഞ വിഷയത്തിനകത്ത് സ്വർഗമേ വചനത്തെ കൂടി സംസാരിച്ചാൽ ഇന്ന് രാത്രി അത് ഏറ്റെടുത്താൽ വിടുതല സഹോദരി. ഇന്ന് രാത്രി ബ്രദറെ, ദൈവമാ നിന്നെ കൊണ്ടുവന്നതെങ്കിൽ നിന്റെ പ്രശ്നത്തിനൊരു പരിഹാരം എന്ന് തന്നിട്ട് ദൈവം വിടത്തോളൂ. ഇന്ന് രാത്രി വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. പ്രവർത്തിക്കുന്ന ദൈവമുണ്ടോ? നമ്മുടെ കണ്ണുനീര് കണ്ടപ്പോൾ മഴ മാറ്റിയ ദൈവമുണ്ടോ? ഇത് മതി. ഇന്ന് രാത്രി വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? മറിയേ, ചാവാറായ ശേഷിപ്പുകളോട് കൽപ്പിക്കുവാൻ കരുത്തുറ്റവനാ ഞങ്ങളുടെ കർത്താവെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ പറ, നീ ഇവിടെ ദൈവത്തെ ആരാധിച്ചാൽ നിന്റെ വീട്ടിനകത്ത് കട്ടിലിനകത്ത് അടക രഗത ബൗഡ ഇന്ന് രാത്രി കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന രാത്രിയാ. ഇത് സാധാരണ വചനമല്ല, അഗ്നിജ്വാലയ്ക്കകത്ത് കണ്ണുള്ളവന്റെ വചനമാ. തീ ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്ന വചനമാ. താമ്ര കഥകളെ വെട്ടിമാറ്റുന്ന വചനമാ. പെരുവെള്ളത്തിന്റെ വീതേ മുഴങ്ങുന്ന വചനമാ. കാദേശ് മരുഭൂമിനെ നടുക്കുന്ന വചനമാ. മാൻപേടകളെ പ്രസവിക്കുന്ന വചനമാ. The power of the word of the God now launching the first day ധനുവച്ചപുരം AG convention. Remove some sins in your house. Remove the miracle moment. അത്ഭുത രോഗശാന്തിയുടെ കാര്യം ഇന്ന് രാത്രി ചില കുഞ്ഞുങ്ങൾ അഭിഷേകത്താൽ തൊടുന്ന രാത്രിയാകട്ടെ. കോവിഡിന്റെ കെട്ടുകൾ ഇന്ന് രാത്രി ചില ജീവിതങ്ങളെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി പറ, കെട്ടുകളെ തകർക്കുക. മെഡിക്കൽ സയൻസ്
മനസ്സിനപ്പുറം ഇന്ന് രാത്രി എൻ്റെ മേൽ ഒരു അമിത ബലത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി പകരുമെങ്കിൽ ഞാൻ പഴയ പുള്ളിയല്ല. ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് ആരാധിച്ച് എഴുന്നേൽക്കുമ്പോൾ നമ്മളിൽ വെളിപ്പെടാൻ ഒരു തേജസ്സിൻ്റെ ശക്തി ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഇന്ന് രാത്രി പഴയ മനുഷ്യനല്ല, ഒരു പുതിയ ശക്തിയോട്, ഒരു പുതിയ കൃപയോട്, ഒരു പുതിയ ഉണർവോട് ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ നിനക്ക് പുറപ്പെടുവാൻ കഴിയും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സ്തോത്രം. മൂന്നാമത്തെ രക്തചന്ദ്രഗ്രഹണം അപ്പച്ചൻ കാൽ ചവിട്ടിയ നാലാമത്തതൂടെ പറഞ്ഞ് ഇന്ന് രാത്രി ബാക്കി നാളെ 2013 ഏപ്രിൽ 14 പെസഹ വ്യാഴം അന്നൊരു സംഭവം നടന്നു. ആ സംഭവത്തിൻ്റെ പേരാ നാലാമത്തെ രക്തചന്ദ്രൻ. ഈജിപ്തിൻ്റെ അതിർത്തി യാഫാ ഗേറ്റ്. അവിടെ നിന്ന് യഹൂദൻ ചെയ്തത് എന്താ അറിയാം? 80 ടണ്ണുള്ളൊരു കല്ല്, 40 ടണ്ണുള്ള കല്ല് 80 വീലങ്ങാണ്ടുള്ളൊരു ട്രെയിലർ കയറ്റി അതെവിടെ കൊണ്ടുപോയി UN സെക്രട്ടറി എന്ന ബാൻ കി മൂൺ കൊണ്ടുവച്ചിട്ട് പറഞ്ഞു, ദാണ്ട ഞങ്ങളിത് കുഴിച്ചിടാൻ പോവുക. അവർ പറഞ്ഞു കുഴിച്ചിടൽ ലോകമഹായുദ്ധമാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അന്നത്തെ പ്രസിഡന്റ് വൈറ്റ് ഹൗസ് കയറിയ ബ്ലാക്ക് മാൻ ബരാക് ഒബാമ അവരെയും കാണിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ യഹൂദൻ്റെ ചെറുപ്പക്കാരോട് പറഞ്ഞു, ഇത് കുഴിച്ചിടരുത്, കുഴിച്ചിട്ടാൽ ലോകമഹായുദ്ധം. 1 അമേരിക്ക, 2 ഇസ്രയേൽ, 3 അപ്പച്ചൻ കാൽ ചവിട്ടിയ ദേശം മുഴുവൻ കയ്യിലായി, 4 ആലയത്തിന് കുഴിച്ചിടാനുള്ള കല്ല് അവൻ്റെ കയ്യിൽ. അങ്ങനെയെങ്കിൽ ആ കല്ല് അവിടെ വീഴുന്നതിന് മുമ്പ് ഇവിടെ ഒരു കല്ലുണ്ട്. ഏതാ കല്ല്? യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ യോബന് ആ ശിഷ്യന്മാരുമായി മത്തായി 16:15-17 വായിക്കണ്ട. അവിടെ നിൽക്കുമ്പോൾ മനുഷ്യപുത്രനെ നിങ്ങൾ ആരെന്ന് വിളിക്കപ്പെടും. ഏലിയാവോ, ഏശാവോ, ശബരിയാവോ ഇതൊക്കെ വിട്ടുകളാ. ഒരു പടകിന്ന് ചാടി ഇറങ്ങിയ ഒരു പുള്ളിക്കാരനുണ്ടായിരുന്നു. അവനൊരു കാര്യം പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അപ്പോൾ ബറിയോന ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, സ്വർഗത്തിലെ പിതാവത്രേ. ഞാൻ എൻ്റെ സഭയെ ഈ പാറമേൽ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കുകയില്ല. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും ഞാൻ സ്വർഗത്തിൽ കെട്ടും, നീ ഭൂമിയിൽ അഴിക്കുന്നത് ഞാൻ സ്വർഗത്തിൽ അഴിക്കും. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ നിനക്ക് തന്നിരിക്കുന്നു. ആ സഭയാ ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട സഭ. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ 1 കോരിന്തി 10:1-2-3 ആ ആത്മീയ പാറയല്ലോ നമ്മെ വഴി നടത്തിയത്. ആ പാറയിൽ നിന്നല്ലോ നമ്മുടെ പിതാക്കന്മാർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവത്രേ. സങ്കീർത്തനം ചേർന്ന് 39 ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു കേട്ടു, നാശകരമായ കുഴിയിൽ നിന്ന് കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കയറ്റി. ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തിയെങ്കിൽ 2 പാറ ഒരേ സമയം ഇസ്രയേലിനകത്ത് വരത്തില്ല. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണ, യഹൂദന്റെ ആലയം 5ാമതൊരു രക്തചന്ദ്രഗ്രഹണം ഉണ്ടായാൽ ഒരു പാറ അവിടെ വീഴാൻ പോകുന്നു. കണ്ടോ എന്തുകൊണ്ട് സജു ചാത്തന്നൂർ നെഞ്ചുകീറി സകല മാധ്യമങ്ങളിലും വന്നു. ഇസ്രയേലിന്റെ ഇന്നത്തെ പ്രധാനമന്ത്രി നഫ്താലി ബെനറ്റ് അവൻ കത്ത് കൊടുത്തിരിക്കുക. റഷ്യയുടെ പുട്ടിനോട് പറഞ്ഞ് ഞങ്ങൾ ആലയം പണിയാൻ പോവുക. സ്വോത്രം. UN സെക്രട്ടറി അന്തോണീസ് കുട്രാസിനെടുത്ത് പറഞ്ഞ് ആര് സമ്മതിച്ചില്ലല്ലോ ഞങ്ങൾ ആലയം പണിയാൻ പോവുക. ബൈഡനോടും പറയുക ആലയം പണിയാൻ പോവുകയാണെങ്കിൽ ഒരു പ്രവചനം ഇവിടെ നിവർത്തിയായി. വായാടിയായ ട്രംപ് ജെറുസലേമിനെ ഇസ്രയേലിന്റെ തലസ്ഥാനമാക്കി. 2ാമത്തെ കാര്യം കണ്ടോ, എല്ലാം പ്രവചനത്തിന്റെ നിവർത്തിയാ. ലോകം വിട്ടുനിന്നു. ജെറുസലേമിൽ US എംബസി തുറന്നു. അർത്ഥം ഇന്ന് യഹൂദന്റെ എംബസി വരെ ഇസ്രയേലിൽ അമേരിക്കയുടെ എംബസി, ഇസ്രയേൽ ജൂതരാഷ്ട്രം 3 പ്രവചനം ഈ 2017 മുതൽ കണ്ടെങ്കിൽ 2022 ഏപ്രിൽ മാസം ഇന്ന് രാത്രി ഇസ്രയേലിനകത്ത് മുഴുവൻ വാർത്ത അവർ ആലയത്തിന് വേണ്ടി കത്ത് കൊടുത്തു കഴിഞ്ഞു. 40 ടണ്ണുള്ളൊരു പാറ അവർ എവിടെ ഒളിപ്പിച്ചു വരിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണോ, ആ പാറ ആലയത്തിനകത്ത് വീഴുന്നതിന് മുമ്പ് മറ്റൊരു പാറ മധ്യാകാശത്തിൽ വെളിപ്പെടും. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. സാക്ഷാൽ ഞങ്ങളുടെ രോഗങ്ങൾ അവൻ വഹിച്ചു, ഞങ്ങളുടെ വേദനകൾ അവൻ ചുമന്നു. അവന്റെ അടിപ്പിണരാൽ സൗഖ്യമായെങ്കിൽ, അവന്റെ ശരീരം ഞങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെട്ടെങ്കിൽ, അവന്റെ ചങ്കിലെ രക്തം ഞങ്ങളെ വലയ്ക്ക് വാങ്ങിയെങ്കിൽ, ഞങ്ങളുടെ പാറയാകുന്ന ക്രിസ്തു മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ ചെറുപാറകളാകുന്ന നാം അവനോട് ചേരുവാൻ കാലമായി.
ഇന്ന് രാത്രി നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. ധനുവച്ചപുരം അസംബ്ലീസ് ഓഫ് ഗോഡ് ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. സ്വോത്രം. 2035 തജു ചാത്തന്നൂരല്ല, ഫ്രാങ്ക് ഹിൽ, കാലിഫോർണിയ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ, സൂര്യനെ പഠിക്കുന്ന ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിൻ്റെ പേരാ PSCക്ക് വരും, ഫ്രാങ്ക് ഹിൽ, കാലിഫോർണിയയിൽ. അദ്ദേഹം പറഞ്ഞു ഈ സൂര്യൻ ഉറങ്ങാൻ പോകുന്നു. മാതൃഭൂമി മനോരമ, സംശയമുണ്ട് ലിങ്ക് ഇട്ട് തരാം. ഇന്ന് ISROയുടെ ചെയർമാൻ ഡോക്ടർ സോമനാഥ് അദ്ദേഹം എല്ലാ ചാനലിലും ഇൻ്റർവ്യൂ കൊടുത്തു. ഈ ഭൂമി തീരാൻ പോവുകയെന്ന്. സ്വോത്രം. നമ്മൾ അന്യഗ്രഹങ്ങളിലേക്ക് പോകണം. ബൈബിളിനകത്തുണ്ട് അന്യഗ്രഹങ്ങളിൽ പോവും. ഒബദ്യാവിൻ്റെ പ്രവചനം വായിക്കണ്ട. മനുഷ്യ നീ കഴുകനെ പോലെ ചിറകടിച്ച് അന്യഗ്രഹ നക്ഷത്രങ്ങളുടെ ഇടയിൽ പോയി കൂടുവെച്ച് പാർത്താലും അതിൻ്റെ നടുവിൽ നിന്ന് ഞാൻ നിന്നെ ഇളക്കുമെങ്കിൽ ഇന്ന് രാത്രി ധനുവച്ചപുരമേ ഈ വീട് വിട്ടു പോയാൽ നമുക്കൊരു വീടുണ്ടോ? ആ വീട്ടിലേക്കാണ് നിത്യയാത്ര. 1 മിനിറ്റ് കൂടി ഞാൻ കടമെടുക്കുക, സമയം പോകുന്നുണ്ട്. എനിക്ക് 3 ദിവസമേ ഉള്ളൂ. 1 ഗ്ലാസ് വെള്ളം പോലും നോഗ പാസ്റ്റർ ഇവിടെ ഒഴിച്ചു വെച്ചിട്ട് ഞാൻ കുടിച്ചില്ല. കാര്യം എന്താ? ഒരാത്മാവിൻ്റെ രക്ഷയ്ക്കാണ് നെഞ്ചേറി പ്രസംഗിക്കുന്നത്. ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന പീറ്റർ പാസ്റ്റർ ചങ്ക് കയറി പാടാറുണ്ട്, പ്രസംഗിക്കാറുണ്ട് സുവിശേഷ കൊള്ളത്തിൽ. സ്വോത്രം. പാട്ടും കൂടെ പാടും. ഈ പ്രസംഗിക്കുന്നവരുടെ വേദനയൊന്നും പുറത്ത് പോസ്റ്റർ ഇടുന്നവർക്ക് അറിയത്തില്ല പീറ്റർ സാറ്. സ്വോത്രം. നമ്മൾ പ്രസംഗിച്ച് കഴിയുമ്പോൾ നാക്കിനകത്ത് വരുന്നത് രക്തത്തിൻ്റെ അംശമാണ്. സ്വോത്രം. എൻ്റെയൊക്കെ വിദ്യാഭ്യാസം അനുസരിച്ച് മണിക്കൂർ പോയി ശമ്പളം മേടിച്ച് കാശ് മേടിക്കാവുന്നേ. പക്ഷെ ഇന്ന് രാത്രി ചങ്ക് തകർന്ന് പ്രസംഗിക്കുന്നത് ഒരാത്മാവിൻ്റെ രക്ഷയ്ക്കാണ്. എനിക്ക് ഉറപ്പുണ്ട് ധനുവച്ചപുരത്ത് 1-2 കുഞ്ഞുങ്ങളെ കർത്താവ് വിടുവിക്കും. സ്വോത്രം. ഈ ഭൂമി വിട്ടാൽ ഭൂമി പോയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു കമ്പാർട്ട്മെന്റ് ഇന്ന് ബാക്കി നാളെ യെശയ്യാ 26, 19, 20, 2020 വായിച്ചാട്ട് മോളെ. നിന്റെ മൃതന്മാർ ജീവിക്കും, നിന്റെ മൃതന്മാർ ജീവിക്കും, എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും, എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും. അടുത്തത് പൊടിയിൽ കിടക്കുന്നവരെ വാ ഉണർന്നു ഘോഷിപ്പിൻ. അടുത്ത വാക്ക്. നിന്റെ മഞ്ഞ് പ്രഭാതത്തിലെ മഞ്ഞ് പോലെ ഇരിക്കുന്നു. ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ. അടുത്ത വാക്ക്. എന്റെ ജനമേ, എന്റെ ജനമേ ഇസ്രായേൽ വന്ന് നിന്റെ അറകളിൽ കടന്ന് രാപാർക്ക വാതിലുകളെ അടയ്ക്ക. ക്രോധം കടന്നു പോകുമ്പോളം ദാ കിടക്കുന്ന അറബ് രാജ്യങ്ങളുടെ യുദ്ധത്തിന്റെ ശങ്കുലി. റഷ്യ ഉക്രൈന നാളെ വരുന്നത് കേൾക്കാൻ നേരത്തെ പോരെ. അങ്ങനെയെങ്കിൽ ആ ശങ്കുലി കേൾക്കുമ്പോൾ യഹൂദന് വേണ്ടി പാർപ്പിക്കുവാൻ ഭൂമിക്കടിയിൽ 2009 എൻ്റെ ജനമേ ക്രോധം കടന്നു പോകുമ്പോഴും അല്പനേരം എൻ്റെ അറകളിൽ വന്ന് ഒളിച്ചിരിക്കാൻ. ഒലിവുമല യെരുശലേമിൽ പോയിട്ടുള്ളവർക്കറിയാം. 7 ആർച്ച് ഹോട്ടൽ, അതിൻ്റെ അടിവാരം മുഴുവൻ അവർ ഫയലിംഗ് നടത്തിയപ്പോൾ കണ്ട കാഴ്ച തേനീച്ച കൂട് പോലെ. കൃപായുഗം കഴിഞ്ഞാൽ യഹൂദന് വേണ്ടി പാർക്കുവാൻ അതിൻ്റെ കീഴിൽ കമ്പാർട്ട്മെന്റുകൾ റെഡിയെങ്കിൽ ഇന്ന് രാത്രി അവിടെ ഒരറ ഒരുങ്ങി. ഇന്ന് രാത്രി നിനക്കൊരറ ഒരുങ്ങിയിട്ടുണ്ടോ? സ്വോത്രം. യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലമുണ്ട്. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് പിന്നെയും നിങ്ങളെ വന്ന് ചേർത്തുകൊള്ളും. ആ സയൻസിൻ്റെ ഭാഗം നാളെ. ഇന്ന് രാത്രി നമുക്കൊരു പ്രത്യാശയുണ്ട്. കൂടാരമായ ഭൗമഭവനം മണ്ണിനകത്ത് കെട്ടുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനം ഒരുക്കി യേശു വരാറായി. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ് സൂര്യൻ ഇരുളാകും, ചന്ദ്രൻ രക്തതുല്യമാകും, ആകാശത്തിലെ ശക്തികൾ ഇളകും, നക്ഷത്രങ്ങൾ താഴേക്ക് വിടും. അപ്പോൾ മനുഷ്യപുത്രൻ മഹാ തേജസ്സോടും ശക്തിയോടും മധ്യാകാശത്തിൽ വരുന്നത് നിങ്ങൾ കാണും. ബൈബിൾ, സയൻസ് ഇന്നത്തെ സംഭവങ്ങൾ കണ്ണിന് മുൻപിൽ നിരത്തിയിട്ട് ഇന്ന് രാത്രി കൈവിടപ്പെട്ടു പോകരുത്. ചൂളമടി തുടങ്ങി സ്വർഗീയ കമ്പാർട്ട്മെന്റുകൾ ഇളകി വരാൻ കാലമായി. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന 2 ടിക്കറ്റ്, 1 പ്ലാറ്റ്ഫോം 10 രൂപ. അവിടെ നിന്ന് തമിഴ്നാട്ടിൽ ശരവണ ഭവനിൽ നിന്ന് ചായ കുടിക്കാൻ ട്രെയിനിൽ കയറാൻ പറ്റിയല്ലോ. സ്വോത്രം. കയറി 1000 കൊണ്ട് TTR നിങ്ങളെ റെഡിയാക്കും. സ്വോത്രം. 160 രൂപയുടെ ഒരു ടിക്കറ്റ് ഉണ്ട്. ഒന്ന് ഈ മൊബൈലിലായിരിക്കും, ആപ്പിലായിരിക്കും, എവിടെയായാലും. വരാറാകുമ്പോഴേ ചിന്നമ്മ ചേച്ചി നോക്കും B364. എന്തൊരു സന്തോഷം, ട്രെയിൻ വരാറായി. സ്വോത്രം. അവറാച്ച നോക്കും B222 എൻ്റെ സീറ്റ്. ഇന്ന് രാത്രി 100 കണക്കിന് യോഗങ്ങൾ ഇവിടെ തന്നെ ഞാൻ രാവും പകലും പ്രസംഗിച്ച്. ഇന്ന് രാത്രി 2 ടിക്കറ്റ് observing in our railway station. Number 1 platform, do not enter the compartment. The second one, we are available sleeper or otherwise get it online. That ticket is observing, the compartment is coming.
ഇമ്മീഡിയറ്റ്ലി റണ്ണിങ് ടു ദ കമ്പാർട്ട്മെന്റ്. ഇന്ന് രാത്രി മേഘങ്ങളെ തേരാക്കി അവൻ കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. രക്ഷിക്കപ്പെട്ടവനെ ചേർക്കുവാൻ എൻ്റെ യേശു വരാറായി. സ്തോത്രം. ധനുവച്ചപുരമേ, ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ഇന്ന് രാത്രി നിർത്താൻ പോവുക. അമേരിക്കയിൽ പാടുന്ന കുഞ്ഞുങ്ങൾ മുന്നോട്ട് വന്നാട്ടെ മക്കളെ, വെള്ളമൊക്കെ കുടിച്ച് സ്ട്രോങ് ആയിട്ട് പോകുക. അമേരിക്കയിൽ എവിടാ, ആരാണെന്നറിയാമോ? ഏറ്റവും നല്ല ക്യാൻസർ സയൻറ്റിസ്റ്റ് ആയിരുന്നു ഡോക്ടർ മാർക്ക്. അദ്ദേഹം എങ്ങനെ യേശുവിനെ കണ്ടു? നനവച്ചവരം കേൾക്കട്ടെ. നിരീശ്വരവാദിയ, ബൈബിളിനെതിരാ. സ്വോത്രം. അദ്ദേഹം കാലിഫോർണിയയിൽ നിന്ന് ഡാലസിലേക്ക് പോവുകയാണ്. ഇവിടുത്തെ കണക്ക് കാറല്ല, പ്ലെയിൻ. പിറ്റേന്നൊരു ഭയങ്കര കോൺഫറൻസിന് വേണ്ടി പുള്ളി പോവുക. ആ സമയത്ത് എയർപോർട്ടിൽ ചെന്നു, പ്ലെയിൻ എല്ലാം അടച്ചേക്കുക. ഡോക്ടർ പറഞ്ഞു, എനിക്ക് പ്ലെയിനിൽ പോകണം, ഞാനാ ഏറ്റവും വലിയ അമേരിക്കയിലെ ക്യാൻസർ ഡോക്ടർ. അപ്പോൾ എയർപോർട്ട് മാനേജർ ഒരു സാറ് തന്നെ ഒരു പ്ലെയിൻ എടുത്ത് അങ്ങ് പൊക്കും. സ്വോത്രം. ഇവിടെ കാറ്റും മഴ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വേണ്ട, ഞാൻ കാർ ഓടിച്ചു പോകാം. നിരീശ്വരവാദി, യേശു എന്തെന്നോ ബൈബിളെന്നറിയാത്ത ഒരു ക്യാൻസർ സയൻറ്റിസ്റ്റ് കാർ എടുത്തു. 4 മണിക്കൂർ കാലിഫോർണിയ പിന്നിട്ടു. വനാന്തരം. അവിടെ എങ്ങും ഒരു കഫ്റ്റീരിയല്ല, ചായക്കടയില്ല. കൈ വിറയ്ക്കുന്നു, പെരുമഴ, തണുപ്പ്. അദ്ദേഹം ആഗ്രഹിച്ചു ഒരു കപ്പ് കാപ്പ് കിട്ടിയാൽ കൊള്ളാം. മക്കളെ, ഒരു സ്ഥലമെത്തിയപ്പോൾ ഒരു ചിമ്മിനി വിളക്ക് ഒരു വീട്ടിൻ്റെ മുൻപിൽ. അവിടെ വണ്ടി ചവിട്ടി. അദ്ദേഹം അവിടത്തേക്ക് ചെന്നിട്ട് ഒരു പെൺകുട്ടി ബെല്ലടിച്ചപ്പോൾ വന്നു. അദ്ദേഹം പറഞ്ഞത് ഇംഗ്ലീഷിൽ, മൈ നെയിം ഈസ് മാർക്ക്, സിസ്റ്റർ കോൾഡ് ഈസ് ടു മച്ച്, ഗീവ് മീ പ്രിപ്പയർ എ കോഫി ഫോർ മീ, എനിക്കൊരു കോഫി തയ്യാറാക്കി താം. ആ സിസ്റ്റർ പറഞ്ഞു, ഡോക്ടർ എന്ന് പറഞ്ഞില്ല, സിറ്റ് യുവർ സീറ്റ്, മേക്ക് 2-3 minutes, പ്രിപ്പയർ എ കോഫി, ഇരിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? അടുപ്പേൽ ഹീറ്ററിൽ വെള്ളം തിളയ്ക്കുമ്പോൾ ഈ സഹോദരി അകത്ത മുറിയിൽ പോവുക. 5 വയസ്സുള്ള ഒരു കുഞ്ഞാ. ആ കുഞ്ഞിനെ കൈപിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഡോക്ടർ മാർക്കിനെ നമ്മൾ കാണും. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കും. നീ ധൈര്യമായിട്ടിരിക്കുക. സ്വോത്രം. ഡോക്ടറുടെ അകത്തൊരു ഇടിവാൾ പോയി. സ്വോത്രം. ചങ്കിനകത്ത്. സ്വോത്രം. കാപ്പി കുടിച്ചിട്ട് ഡോക്ടർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ എന്താ പ്രാർത്ഥിച്ചത്? ആരാ? എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. തീർന്നില്ല. ഇപ്പം എനിക്ക് ആശ്രയം ഈ കുഞ്ഞാ. കഴിഞ്ഞ 4 വർഷമായി ഇതിന് ക്യാൻസറാ. ഈ പട്ടണത്തിൽ ഡോക്ടർ പറഞ്ഞു, ഇനി ഒരു ചികിത്സയില്ല. അടുത്ത പട്ടണത്തിൽ താങ്കളുടെ പേരുള്ള ഒരു ഡോക്ടറുണ്ട്, കാണാൻ പൈസയില്ല. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. സ്വോത്രം. അവിടെ വച്ച് ആ ഡോക്ടർ മുട്ടുമടക്കി, സിസ്റ്റർ ഇവിടെ ബൈബിൾ ഉണ്ടോ എന്ന് ചോദിച്ചു. കൊണ്ടുവരാൻ പറഞ്ഞു. അവിടെ കരിസ്മ ക്രൂസൈഡ് കണ്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ എയർപോർട്ടിൽ വന്നപ്പോൾ കാറ്റ് മുഖാന്തരം പ്ലെയിൻ തടഞ്ഞത്. 2, നിന്റെ വീട്ടിന് മുൻപിൽ തന്നെ എൻ്റെ കാർ ചവിട്ടി നിർത്തണമെങ്കിൽ നീ ആരാധിക്കുന്ന ദൈവം, നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. ആ പുസ്തകം വായിച്ചിട്ട് കമ്മ്യൂണിറ്റി വോൺ കോളേജിൻ്റെ ക്യാൻസർ റിസർച്ചിൽ ഞാൻ പോയപ്പം അവിടെ ഇരുന്ന് ഞാൻ കരഞ്ഞു. പ്രസംഗമല്ല, ഒരു സഹോദരിയുടെ പ്രാർത്ഥനയാണ് ഒരു ഡോക്ടർ വിശ്വാസത്തിലേക്ക് നടത്തിയത്. അദ്ദേഹം പറഞ്ഞ, രക്ഷിതാവിനെ ഞാൻ കണ്ടത് ഈ സഹോദരിയുടെ പ്രാർത്ഥന. ഇന്ന് രാത്രി മുട്ടുവീൻ, നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും. ധനുവച്ചപുരമേ, അന്വേഷിപ്പീൻ, നിങ്ങൾ കണ്ടെത്തും. ഹൃദയം നുറുകി പ്രാർത്ഥിച്ചാൽ ലഭിക്കും. നാളെ രാത്രി വിശുദ്ധ വെളിപ്പാട് പുസ്തകം വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തിരിക്കുന്നു. പലരും ധനുവച്ചപുരത്ത് വിചാരിക്കും 8 മണി നേരം വന്നാൽ റെഡിയെന്ന്. 8 മണി വന്നാൽ പകുതി പ്രസംഗമായിരിക്കും. 7 മണിക്ക് കുഞ്ഞുങ്ങൾ പാടും. 7:20 പ്രസംഗം തുടങ്ങും. വേണേ നേരത്തെ വരാം. സ്വോത്രം. അല്ലാതെ 8:15 വന്നാൽ പ്രസംഗമില്ല. ഇപ്പോൾ പെന്തിക്കോസാർക്ക് ഒരു കുഴപ്പം കൊണ്ടുണ്ട്. പീറ്റർ പാസ്റ്റർ പാട്ട് ഇഷ്ടമല്ല, വചനമാകുമ്പോൾ മാത്രം വരും. സ്വോത്രം. ഇപ്പോൾ ഓൺലൈനിൽ പാട്ട് കേട്ടാലും മതിയാണ്. 7 മണിക്ക് കുഞ്ഞുങ്ങൾ വർഷിപ്പ് തുടങ്ങും. ആര് വന്നാലും വന്നില്ലെങ്കിലും 7:20. സ്വോത്രം. അവസാന രാത്രി ഒരു പക്ഷിക്ക് 2 ചിറകുണ്ട്. ഒരു ചിറകുള്ള പക്ഷി ആകാശത്തിൽ പറന്നിട്ടില്ല. വചനം മാത്രം കേട്ടിട്ട് കാര്യമില്ല. ഒരു ചിറകിൽ വചനം, മറുചിറകിൽ ആരാധന. സ്തോത്രം. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് പാടുന്നത്. ഈ ലോകത്തിലെ സൂര്യൻ ഉറങ്ങാറായി. യോബേൽ പറയുന്നത് പോലെ യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസം വെളിപ്പെടുന്നതിന് സൂര്യൻ ഇരുളായി, ചന്ദ്രൻ രക്തതുല്യമായി മാറും. എന്നാൽ ഇന്ന് രാത്രി ധനുവച്ചപുരത്ത് ഏജിയുടെ ഗ്രൗണ്ടിൽ വചനവുമായി ഇറങ്ങിയ പൈതലിനൊരു പ്രത്യാശയുണ്ട്. ഈ സൂര്യൻ ഇവിടെ അസ്തമിച്ചാലും നീതി സൂര്യൻ രോഗോപശാന്തിയോട് മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. ഒന്ന് എഴുന്നേൽക്കാം. കരം തട്ടി 28 മാസം ആരാധിച്ചിട്ട് ശക്തിയായിട്ടൊന്ന് കൈയടിച്ച് ആരാധിച്ചാട്ടമ്മ. കൊളസ്ട്രോളും പ്രഷറും ഒക്കെ ഒന്ന് പോട്ടെ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ കൃപ വ്യാപരിക്കട്ടെ. എല്ലാ കരങ്ങളും അടിച്ച് അപ്പച്ചന്മാർ പാടിയതുപോലെ നീതി സൂര്യ ശോഭയാൽ എൻ അല്ലലിരുൾ മാറിടും. നീതിയും അനീതിയും അങ്ങില്ല ലേശവും പുത്തനാമറുഷളയും എല്ലാ കരങ്ങളും അടിച്ച് രീക ചാനക ബൗദ്ധ മനാന്തന ബന്ധൽ കമന രഗത യെരൂശലേമിലെത്തും കാലം ഓർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുമേ. ശക്തിയോട് യെരൂശലേമിലെത്തും കാലം ഓർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുമേ. കഷ്ടത പട്ടിണി ഇല്ല
ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവ് ഒരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം ശക്തിയോടെ പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവ് ഒരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജേശുവോട് കൂടെ വാഴും. യേശു വരാറായി മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജേശുവോട് കൂടെ വാഴും. ഓ നീതി സൂര്യ ശോഭയാൽ നല്ലൊരു മാറിടും നീതിയും അനീതിയും അങ്ങില്ലല്ലേ. എല്ലാ വായികളും തുറന്ന് എല്ലാ വായികളും തുറന്ന് ശോഭയാൽ നല്ലൊരു മാറിടും നീതിയും അനീതിയും അങ്ങില്ലലേശവും. സന്തോഷ ശോഭനം ആ നല്ല നാളുകൾ ലോകം ഭരിച്ചിടും കർത്താവിനാളുകൾ. ശക്തിയോടെ ശോഭനം ആ നല്ല നാളുകൾ ലോകം ഭരിച്ചിടും കർത്താവിനാളുകൾ. ഓ ശോകം രോഗം യുദ്ധം യുദ്ധശാന്തികളിൽ വിപ്ലവം പോകുമെല്ലാം യേശുരാജൻ ഭൂവിൽ വാഴുമ്പോൾ. പ്രത്യാശയോടെ ദൈവജനം യോഗം യോഗം യുദ്ധം പോകുമെല്ലാം യേശുരാജൻ ഭൂവിൽ വാഴുമ്പോൾ. പുത്തനാം യെരൂശലേമിലെത്തും കാലം ഓർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകും. ശക്തിയോടെ അല്പസമയം യെരൂശലേമിലെത്തും കാലം ഓർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകും. ഓ സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ട സർവദൈവമക്കൾ. ശക്തിയോടെ ശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ട സർവദൈവമക്കൾ. സിയോൻ ഉല്ലാസഘോഷമായി സിയോനിൽ വന്നിടും. ശക്തിയോടെ നെടുവിൽക്കും സർവ്വവും നേടിടും. ഓ. ഉല്ലാസഘോഷമായി സിയോനിൽ വന്നിടും. ദുഃഖം നെടുവിൽക്കും സർവ്വവും നേടിടും. ഓ നിത്യ നിത്യ സന്തോഷം ശിരസിൽ ആവഹിക്കും. നാം പോകാറായി യേശു വരാറായി യേശു വരാറായി. നിത്യ സന്തോഷം ശിരസിൽ ആവഹിച്ചവൻ നിത്യതയ്ക്കുള്ളിൽ പറയും തീരും കാലം. ഓ മുത്തനാം യെരൂശലേം എല്ലാ കരങ്ങളും അടിച്ച് എല്ലാ കരങ്ങളും അടിച്ച് ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകും. ശക്തിയോടെ മുത്തനാം യെരൂശലേമിലെത്തും കാലം പോകുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുമേ. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവ് ഒരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവ് ഒരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജേശുവോട് കൂടെ വാഴും. ഓ തേജസ്സേറും മോഹന എല്ലാ വായികളും കിരീടങ്ങൾ തുറന്ന് ധരിച്ചു അല്പസമയം ദൈവത്തെ ആരാധിച്ചാൽ ഇത് വിടുതലിന്റെ രാത്രി, ഇത് സൗഖ്യത്തിന്റെ രാത്രി, ഇത് പുറപ്പാടിന്റെ രാത്രി, ഇത് കെട്ടുകൾ പൊട്ടുന്ന രാത്രി, ഇത് ബന്ധനങ്ങൾ അഴിയുന്ന രാത്രി. ഇത് രാത്രി പരിശുദ്ധാത്മാവ് ചലിക്കട്ടെ. ഒട്ടോളമല്ല അരയോളമല്ല നീതി തുടിക്കാൻ കഴിയാത്ത ദൈവകൃപ 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 ദൈവകൃപ. അല്പസമയം ദൈവത്തെ ആരാധിച്ചാൽ നാട്ടിൽ നാം കർത്താവ് ഒരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവ് ഒരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം. ദൈവകൃപ വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ഇത് രാത്രി വിടുതലിന്റെ രാത്രി, അഭിഷേകത്തിന്റെ രാത്രി. യേശു വരാറായി ധനിമച്ചവരമേ പ്രാണപ്രിയൻ വരാറായി പ്രാണപ്രിയൻ വരാറായി പ്രാണപ്രിയൻ വരാറായി പ്രാണപ്രിയൻ വരാറായി നമ്മുടെ കഷ്ടങ്ങൾ തീരാറായി. രാജരാജേശുവോട് കൂടെ വാഴുമേ. മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജേശുവോട് കൂടെ വാഴുമേ. മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജേശുവോട് കൂടെ വാഴുമേ. നന്ദി കർത്താവേ, നിന്റെ കൃപയ്ക്കായി, നിന്റെ കരുണയ്ക്കായി, നിന്റെ ദയയ്ക്കായി ഇന്ന് രാത്രി ഇത്രയും മക്കള് ധനുവച്ചവരെ വേദിയുടെ ഗ്രൗണ്ടിൽ കൊണ്ടുവന്നതിനാൽ നിത്യരാജ്യത്തിന്റെ വചനം കേൾക്കാൻ വന്ന ഈ മക്കളെ ദൈവകൃപ 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 ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. ദേശം വിടുവിക്കപ്പെടട്ടെ. Thank you Lord, the mighty presence of Holy Spirit come to the ground. പരിശുദ്ധാത്മാവ് ചലിക്കട്ടെ. Thank you Lord. ആഹാബിന്റെ മുമ്പിൽ നിന്ന്
ദൂത് പറഞ്ഞു പോയ ഏലിയാവ് കിടക്കുന്നത് ചൂരച്ചെടിയുടെ തണലിൽ. അവന്റെ മുൻപിൽ ഒരു മരണമാണ്. ഇസബേലും പടയാളികളും കൂടെ നിൽക്കുകയാണ്. പക്ഷെ ഒരു ദൂതൻ അവന് വേണ്ടി ഇറങ്ങി. ഏലിയാവേ, നീ എഴുന്നേൽക്കാൻ, നിനക്കൊരു യാത്രയുണ്ട് ഹോരേബ് വരെ. തുരുത്തിയിൽ വെള്ളവും കനൽ ചുട്ട അടയും കൊടുത്തപ്പോൾ ഭക്തൻ എഴുന്നേൽക്കുവാനിടയായി. ഈ കോവിഡ് കാലത്ത് നാമം ഒന്ന് എഴുന്നേൽക്കാം. നടത്തിയ വഴികളെ ഓർത്തുകൊണ്ട് ഇന്ന് രാത്രി ആ കരമൊന്ന് ഉയർത്തിയാട്ടെ. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവൻ. 28 മാസം മരണം കുടിലിന്റെ സമീപം വന്നിട്ടും ഇന്ന് രാത്രി ജയത്തോടെ നിർത്തിയെങ്കിൽ കൺമണി പോലെ അന്ത്യം വരെ കാക്കും. എല്ലാ കരങ്ങളും ഒന്ന് ഉയർത്തിയാട്ടെ. ധനുവച്ചപുരത്ത് അപ്പച്ചാ അമ്മച്ചി നിന്നെ അന്ത്യം വരെ വചനം അന്ത്യം വരെ വഴുതാതെയവേ താങ്ങി താങ്ങി നടത്തിടും പൊൻകരതാ. ഒരിക്കൽ കൂടി അന്ത്യം വരെ വഴുതാതെയവേ കൈവിടില്ല. താങ്ങി നടത്തിടും പൊൻകരതാ. വായികളെ തുറന്നല്ലേ. എല്ലാ കരകളും ഉയർന്നു നിൽക്കട്ടെ. എല്ലാ കരകളും ഉയർന്നു നിൽക്കട്ടെ. സ്വർഗത്തിന്റെ ക്യാമറ ഇന്ന് രാത്രി തളരുകയോ ഇനി എല്ലാ കരങ്ങളും ഉയർന്നു നിൽക്കട്ടെ. ജീവിതമരുവിൽ നീ തളരുകയോ. ഒരിക്കൽ കൂടി എന്നെ വിളിച്ച നാഥൻ എല്ലാ വായികളും നിന്നെ വിളിച്ചവരും മായുള്ളോ. അമ്മച്ചി അപ്പച്ച കാക്കും. മണി പോലെ കാത്തിടുമേ. മോനെ മോളെ ആ കരം. നിന്നെ വിളിച്ചവരും മായുള്ളോ. കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ അന്ത്യം വരെ വഴുതാതെയവേ താങ്ങി നടത്തിടും പൊൻകരതാ. അന്ത്യം വരെ വഴുതാതെയവേ താങ്ങി നടത്തിടും പൊൻകരതാ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ സഹജേ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, വചനത്തിന്റെ വാതിൽ ഈ രാത്രി തുറന്നതിനാൽ സ്തോത്രം. ഹൃദയങ്ങളെ തൊട്ട് സംസാരിച്ചതിനാൽ സ്തോത്രം. ദേശത്തോട് ശക്തമായി ഇടപെട്ടതിനാൽ സ്തോത്രം. അങ്ങയുടെ വരവിന്റെ മണിനാഥം മുഴങ്ങുന്ന ശബ്ദം ഈ ദേശത്ത് കേൾപ്പിച്ചതിനാൽ സ്തോത്രം. അങ്ങയുടെ ദാസനെ ശക്തമായി ഉപയോഗിച്ചുവല്ലോ, അങ്ങേക്ക് നന്ദി. ആമേൻ. ഇനിയും തനക്ക് ബലം കൊടുക്കണമേ, ശരീരത്തിന് ആരോഗ്യം കൊടുക്കണമേ, ദൈവകൃപയാൽ നിറയ്ക്കണമേ. ഒരു നാൾ പോലും വിശ്രമമില്ലാതെ രാത്രിയും പകലും പ്രസംഗിക്കുവാൻ തന്റെ ശരീരത്തിന് ഇത് ബലം നൽകണമേ കർത്താവേ. ആമേൻ. ഇനിയും ശക്തിയായി ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. ഇന്ന് വചനം കേട്ട സകല ജീവിതങ്ങളുടെ മേലും അവരെ തട്ടി ഉണർത്തി കർത്താവിന് വേണ്ടി അവർ എഴുന്നേൽപ്പാൻ അവർക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരെ പ്രത്യേക അഭിഷേകത്താൽ നിറയ്ക്കണമേ. ഇന്ന് ഇവിടെ വ്യാപരിച്ച അഭിഷേകത്തെ അവർ ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് പോകട്ടെ. തുടർന്ന് കർത്താവിന് വേണ്ടി ജ്വലിക്കട്ടെ, കർത്താവിന് വേണ്ടി പ്രകാശിക്കട്ടെ. ഈ ദേശത്തിൽ ദൈവത്തിന്റെ വചനം ശ്രദ്ധിച്ച സകലരെയും ഓർക്കുന്നു. ആമേൻ. സ്തോത്രം. നിന്റെ
അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറെ നാൾ കഴിഞ്ഞാൽ അത് ഫലം വരുമെന്നുള്ള വചനം പോലെ ഇത് കെടാത്ത ബീജമാണ്. ഇത് കെടാത്ത ബീജമുള്ള വചനമാണ്. അത് കിളിർക്കും, അത് വളരും, അത് ഫലം കായ്ക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ.